ചോദിച്ച് എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ്? ഒരു 10:43, 44 ആ സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ വളരെ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന 2 വീട്ടുകാരും പുറത്തിറങ്ങി. അത്രയും വലിയ ശബ്ദത്തിലാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും പോലീസ് സംഭവ സ്ഥലത്തെത്തി. എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും വന്നു. അപ്പോൾ ഇവരും പോലീസുമായിട്ട് സംസാരിച്ചു. ജില്ലയുടെ അധ്യക്ഷനുണ്ട്, വിവിധ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് അധികാരികളുമായിട്ട് അവരെല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. ഇത് ശരിക്കും വീട് മാറി എറിഞ്ഞോ അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ ഇവിടെ ഇപ്പം വീട് മാറി എറിഞ്ഞു എന്ന് പറയാനായിട്ട് എന്താണ് കാരണം? വീട് ലക്ഷ്യമാക്കിയിട്ട് എറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാഷ്ട്രീയ കാരണം വീട് മാറി എറിയുകയാണെങ്കിൽ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ നീങ്ങിയിട്ട് അറിയാമായിരുന്നല്ലോ. നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് കറക്റ്റായിട്ട് തന്നെ അത് എറിയണം എന്ന് നിർബന്ധമില്ല. പക്ഷേ വളരെ ആസൂത്രിതമായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പാർട്ടി അത് കൃത്യതയോടുകൂടി തന്നെ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന അതിനുള്ള ഒരു സംഘടനാ മെഷീനറിയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷെ പോലീസ് അധികാരികൾ അവരുടെ ദൗത്യം നിർവഹിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു നിശബ്ദയാക്കാനുള്ള രാഷ്ട്രീയ ശ്രമമാണോ? അതൊന്നും നടക്കില്ല. കാരണം ഇതൊക്കെ കുറേ കാലമായിട്ട് കണ്ണൂരിൽ പോലും ഞങ്ങളുടെ സഹപ്രവർത്തകരോടൊപ്പം എത്രയോ ദിവസങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പാനൂരിലും മൊകേരിയിലും പ്രസംഗിച്ചാൽ അവിടെ വെച്ച് തന്നെ തീർക്കുമെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പ്രസ്ഥാനം തീരുമാനിച്ച സ്ഥലത്തെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിലും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രസ്ഥാനത്തിന് ഒരു കടുക് ഇട ഞങ്ങൾ മുന്നോട്ട് വെച്ച കാല് പിറകിൽ വയ്ക്കുമെന്ന് ആരും ധരിക്കേണ്ട. ഈ പ്രാഥമികമായിട്ടുള്ള പോലീസിൻ്റെ ഇടപെടൽ എങ്ങനെയാണ്? അല്ല, പോലീസിനെ സംബന്ധിച്ച് അവർ വന്നു, അവരിവിടെ സ്ഥലം സന്ദർശിച്ചു. ഇവിടെ വരുന്നതിന് എന്നോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അയൽവക്കത്തെ ആളുകളോടെല്ലാം സംസാരിച്ചു. അതെല്ലാം അവരുടെ എല്ലാം മൊഴിയെടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് എന്നെയും കാണാൻ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സമയം പറഞ്ഞു, ഈ ഉഗ്രമായിട്ടുള്ള ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞു, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് തന്നെ ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ BJP ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രജിയുടെ വീടിന് മുൻപിൽ ഇത്തരത്തിലുള്ള ഉഗ്രസ്ഫോടനം ഉണ്ടായതിൽ ഉള്ള ഞെട്ടൽ ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പാർട്ടിയെ മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള ഭാരതത്തിലുള്ള എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറ്റവും ദുഃഖം നിറഞ്ഞതാണ്. ഒരു 28ഓളം ഭാരതീയർ ഭീകരവാദികളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ട ദിവസമാണ്. ചേച്ചി തന്നെ ഇന്ന് സ്വർഗീയ രാമചന്ദ്രേട്ടൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൽ അശ്രുപൂജ അർപ്പിച്ചതിന് ശേഷം ചേച്ചിയുടെ അല്പസമയം മുമ്പ് തിരിച്ചെത്തിയിട്ടുള്ളൂ. എന്തായാലും ഈ സംഭവം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിൻ്റെ നിജസ്ഥിതി അന്വേഷണത്തിൽ പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. എന്തായാലും ഈ വെല്ലുവിളിയെ നേരിടാൻ പാർട്ടി ശക്തമാണ്. ശൗചജിയെ പോലുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുടെ ഭവനത്തിന് നേരെയുണ്ടായിട്ടുള്ള ഈ ഉഗ്രസ്ഫോടനവും ഈ വെല്ലുവിളിയെയും പാർട്ടി അതിജീവിക്കും.